US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 7 മുതലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. നേരത്തെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഓഗസ്റ്റ് 1 പക്ഷേ ഇന്ന് വൈറ്റ് ഹൗസ് പറയുന്നത് ഓഗസ്റ്റ് 7 മുതലായിരിക്കും. തന്നെയുമല്ല, ഓഗസ്റ്റ് 7 മുമ്പ് അമേരിക്കയിലേക്കുള്ള കപ്പലുകളിൽ കയറിയ ഉൽപ്പന്നങ്ങൾക്ക് ഒക്ടോബർ 5 മുമ്പ് അമേരിക്കയുടെ തീരങ്ങളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ പഴയ താരിഫായിരിക്കും ആ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുക. അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ഇടപാടുകൾ ഇന്ത്യ ഉൾപ്പെടെ ഒരു ഡസൻ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ പുതിയ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ചില ഇറക്കുമതികൾക്ക് നിരക്കുകൾ 50% വരെ ഉയർന്നതാണെന്നും ഉള്ള റിപ്പോർട്ടുകൾ വരുന്നു. ബ്രസീലിനാണ് കനത്ത പ്രഹരം, 50%. ലേയോസ്, മ്യാൻമാർ എന്നീ രാജ്യങ്ങൾക്ക് 40% തീരുവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് 25% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ പ്രശ്നങ്ങളെപ്പറ്റി ചില സൂചനകൾ വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നുണ്ട്. വെല്ലുവിളികൾ എല്ലായ്പ്പോഴും ഇന്ത്യയുമായിട്ടുണ്ട്. വളരെ അടഞ്ഞ വിപണിയാണ് ഇന്ത്യയുടേത്. അതായത് വളരെ ഉയർന്ന താരിഫുകൾ കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കച്ചവടം സാധ്യമാകുന്നില്ല എന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിലുപരി അമേരിക്കൻ നയങ്ങളെ എതിർക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ അടുപ്പം, അതുമാത്രമല്ല റഷ്യയുമായിട്ടുള്ള വലിയ ആയുധ എണ്ണ ഇടപാടുകളെല്ലാം ഈ ഉയർന്ന തീരുവയ്ക്ക് കാരണമായിരിക്കുകയാണ്. എന്തുകൊണ്ടോ ട്രംപിൻ്റെ ഭീഷണിയാണോ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം ഒക്കെ കഴിഞ്ഞ ആഴ്ച മുതൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുമാത്രമല്ല, റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന രാജ്യവും ഇന്ത്യയാണെന്ന് ഓർക്കണം. അമേരിക്കയുമായിട്ടുള്ള തീരുവ പറഞ്ഞു തീർത്ത് കരാറാകുവാൻ ആദ്യം ശ്രമിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു. എന്നാൽ ഇന്ത്യ മനഃപൂർവ്വം ചർച്ചകൾ സാവധാനത്തിലാക്കി എന്നാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. അത് ഒരുപക്ഷെ ഈ ഉയർന്ന താരിഫിൻ്റെ പിന്നിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മറ്റ് പല രാജ്യങ്ങൾക്കും അടിസ്ഥാന തീരുവയായ 10% കാനഡയ്ക്ക് കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്. 35% ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാന് 19%, അഫ്ഗാനിസ്ഥാന് 15%, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്ക് 20% ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയുമായിട്ട് ഇതുവരെയും ഒരു കരാറോ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തോ ലഭിക്കാത്ത മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ന് അർദ്ധരാത്രിക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിന്നൊരു മറുപടി ലഭിക്കുമെന്നാണ് കാരലിൻ ലെവിറ്റ്, വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി, ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. തായ്ലാൻഡിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. 19% തീരുവയാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തായ്ലാൻഡ് പറയുന്നത് ശക്തമായ സൗഹൃദവും വലിയ ഒരു വ്യാപാര പാർട്ട്ണർഷിപ്പുമാണ് അമേരിക്കയുമായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അത് സാധ്യമായതിലുള്ള സന്തോഷവും സന്തുഷ്ടിയും അവർ പ്രകടിപ്പിച്ചിരിക്കുകയാണ്.